നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 31/5/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. ഇന്ന് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 256.50 പൈസ, RSS 5 കിലോ 251.50 പൈസ, ESN 20 208, ലാറ്റക്സ് 60% 161.70 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 256.50 പൈസ, RSS 5 കിലോ 251.50 പൈസ. ഇതാണ് കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 151, 60% DRC ഒട്ടുപാൽ കിലോ 113.25 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 287.10 പൈസ, RSS 5 കിലോ 286.66 പൈസ. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 250.50 പൈസ, RSS 5 കിലോ 242.50 പൈസ. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 251 രൂപ, ലോട്ട് 211 മുതൽ 216 രൂപ. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുനലൂരിൻ്റെ വില നോക്കാം. ഗ്രേഡ് RSS 4 കിലോ 254, ഗ്രേഡ് RSS 5 കിലോ 249, ലൂസ് ഷീറ്റ് കിലോ 254, ലോട്ട് കിലോ 204. ഒട്ടുപാൽ നോക്കുമ്പോൾ 140 മുതൽ 147 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 14,395, ഒരു പവൻ 1,15,160. അതുപോലെ 24 ക്യാരറ്റ് 15,704, ഒരു പവൻ 1,25,632. അതുപോലെ 18 ക്യാരറ്റ് 11,778, ഒരു പവൻ 94,224. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപ, ഒരു പവന് മുകളിൽ 440 രൂപയാണ് കുറഞ്ഞത്. എന്തായാലും കനത്ത പ്രതികൂല കാലാവസ്ഥയിലും ഇന്ത്യയിൽ റബ്ബർ മേഖലയ്ക്ക് മികച്ച മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിലയിലും റെക്കോർഡ് വർധനയാണ് ഉണ്ടായതെന്ന് റബ്ബർ ബോർഡ് പറയുകയുണ്ടായി. സാധാരണക്കാർക്കും ഇടത്തര കർഷകർക്കും ഇപ്പോൾ ടാപ്പിംഗ് പ്രയോജനമില്ലാതെ പോവുകയാണ്. കാരണം കനത്ത മഴയാണ് വീണ്ടും വരാൻ പോകുന്നത്. അനുസരിച്ച് അവർക്ക് അതിനുള്ള പ്രയോജനം കിട്ടുന്നില്ല. കാരണം ഷെയ്ഡിട്ടാലും നല്ല വില കൊടുക്കേണ്ടി വരും, അതിന് ലേബർ ചാർജും ഭയങ്കര, അതിനനുസരിച്ചുള്ള പാലും കിട്ടുന്നില്ലെന്നാണ് മിക്ക കർഷകരുടെയും പരാതി. എന്തായാലും നമ്മുടെ നാട്ടിൽ വന്യമൃഗജീവികളുടെ ശല്യം രൂക്ഷമാകുന്നു. ഒരു വർഷത്തിനിടെ 6 മരണമാണ് സംഭവിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ ആതിരപ്പള്ളി കാട്ടാനയുടെ ആക്രമണത്തിൽ 65-കാരൻ്റെ ദാരുണാന്ത്യം. വീടിന് സമീപമെത്തിയ ആനയെ തുരുത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആക്രമണം. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മോഹനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഹൻ്റെ കൃഷിയിടത്തിൽ വന്ന് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു മുമ്പ്. ജനവാസ മേഖലയായ ഈ ഭാഗത്ത് ആനയിറങ്ങുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. വന്യമൃഗങ്ങളെ ഗവൺമെൻറ് കർശനമായി നേരിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം, ജനങ്ങളുടെ സൈരജീവിതം നശിപ്പിക്കാതെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്ന വളരെയധികം നന്ദി.